ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ആയിഷ ആര് പോകുന്നു നോക്കി അമർഷത്തോടെ മനസ്സിൽ പറഞ്ഞ് ജീപ്പിലേക്ക് കയറി. എൻ്റെ ആരു, അത് നന്നായി, അയാൾക്ക് അങ്ങനെ തന്നെ മറുപടി കൊടുക്കണം, നീ പൊളിച്ചിട്ടോ. ആയിഷൻ്റെ ജീപ്പ് പോകുന്നത് കണ്ട് കാർത്തു ആലുവിൻ്റെ കൈ പിടിച്ച് സന്തോഷത്തോടെ പറഞ്ഞു. വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല, അപ്പോഴത്തെ ദേശത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ. അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണേ അയാൾ ചോദിച്ച് മേടിച്ചതല്ലേ. കാർത്തു പറഞ്ഞത് കേട്ട് അത് ശരിയാണെന്ന രീതിയിൽ മൂളി. ഷോപ്പിലെത്തിയതും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഒരു ഓട്ടോ വിളിച്ച് നന്ദിട്ടിട്ട് വീട്ടിലേക്ക് പോയി. എടി, ഇത് തന്നെയല്ലേ വീട്? ഓട്ടോ ഇറങ്ങി മുന്നിൽ കുഞ്ഞു ഒതുക്കമുള്ള വാർപ്പിൻ്റെ വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ ആരോടെ വാതിലടച്ചിരിക്കുന്നത് കണ്ട് ചോദിച്ചു. ഇത് തന്നെയാണ്. കാർത്തിക സഹപ്രവർത്തക ഫോണിലേക്ക് അയച്ചു തന്ന മെസ്സേജ് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ, ഇവിടെ ആളുണ്ടാകില്ലേ? ചുറ്റും നിരീക്ഷിച്ച് ആരെയും കാണാതെ വന്നതും അവൾ കാർത്തുവിനോട് ചോദിച്ചു. അറിയില്ല, കോളിംഗ് ബെല്ലടിച്ച് നോക്കാം. അത് പറഞ്ഞ് കാർത്തു വേഗം പോയി കോളിംഗ് ബെല്ലടിച്ചു. ബെല്ലടിച്ച് ഇത്തിരി കഴിഞ്ഞതും 27-28 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന നൈറ്റിയിട്ടൊരു യുവതി വന്ന് വാതിൽ തുറന്നു. ദേവനന്ദയുടെ വീടല്ലേ ഇത്? ആ യുവതിയെ നോക്കി കാത്തു ചോദിച്ചു. ആ അതെ, എനിക്ക് മനസ്സിലായി, കയറിയിരിക്കൂ. കാർത്തു ബാക്കി പറയാൻ ഒരുങ്ങുന്നതിന് മുമ്പേ നന്ദൂട്ടിയുടെ അമ്മ രേവതി പരിചയഭാവത്തിൽ ചിരിയോടെ അവരകത്തേക്ക് ക്ഷണിച്ചു. നന്ദൂട്ടി എവിടെ? അകത്തേക്ക് കയറുന്ന മാരു ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. റൂമിലാ, നിങ്ങളിരിക്ക്, ഞാൻ കൊണ്ടുവരാം. അതും പറഞ്ഞ് രേവതി റൂമിലേക്ക് പോയതും കാർത്തുവും മാരുവും കൂടി അവിടെ ഇട്ടിരുന്ന സെറ്റിയിലേക്ക് ഇരുന്നു. എടി, എനിക്ക് നന്ദൂട്ടിയുടെ അമ്മയെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ടേ. ആര് കാർത്തുവിനെ തോണ്ടി വിളിച്ച് പതിയെ പറഞ്ഞു. എവിടെയോ അല്ലല്ലോ, ഇവിടെയല്ലേ കണ്ടത്. കാർത്തുവിൻ്റെ ചളി കേട്ടത് മാരവളുടെ കയ്യിൽ നല്ല രീതിയിൽ പിച്ച് വെച്ച് കൊടുത്തു. എടി പിശാചെ, നുള്ളി എടുത്തോ നീ? കാർത്തു ആര് പിച്ചെടുത്തായി വേദന കാരണം അമർത്തി ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. ടീച്ചരേ? ആര് കെറുവോടെ കാർത്തു പറഞ്ഞതിന് മറുപടി നൽകാൻ നേരമാണ് കിളിനാഥം പോലെയുള്ള കുഞ്ഞു ശബ്ദം അവരെ തേടിയെത്തിയത്. ടീച്ചർമാരെന്ത് ഇവിടെ? നന്ദുട്ടിയെ കാണാൻ വന്നനാനോ? ഇരുവരെയും കണ്ടെന്ന് നന്ദൂട്ടി രേവതിയുടെ കയ്യിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് കുണുങ്ങി വന്ന് സന്തോഷത്തോടെ ചോദിച്ചു. അതെല്ലോ, ഞങ്ങൾ ഈ സുന്ദരി കുട്ടിയെ കാണാൻ വന്നതാ. ആര് ചിരിയോടെ നന്ദൂട്ടിയുടെ കവളിൽ പിടിച്ച് ആട്ടിക്കൊണ്ട് പറഞ്ഞു. അവർ കൊണ്ടുവച്ച കവറിൽ നിന്നും ഒരു ചോക്ലേറ്റ് ബോക്സ് എടുത്ത് നന്ദൂട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതൊന്നും വാങ്ങേണ്ടിയിരുന്നില്ല. പലഹാര കവർ രേവതിയെ ഏൽപ്പിക്കുന്നതിനിടയിൽ അതെല്ലാം കണ്ട് രേവതി പറഞ്ഞതും രണ്ടുപേരും ചിരിക്കുകയല്ല, അതൊന്നും പറഞ്ഞില്ല. നന്ദൂട്ടിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഹാർട്ടിന് സർജറി ചെയ്തുകൊണ്ട് തന്നെ ഈ പൊക്കം മാറി. 1 മാസം കൂടി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങാനാ ഡോക്ടർ പറഞ്ഞത്. അയ്യോ, നിങ്ങൾക്ക് കഴിക്കാനെടുക്കാൻ മറന്നു. നിങ്ങളിവിടെ ഇരിക്ക്, ഞാൻ എന്തേലും കൊണ്ടുവരാം. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അതും പറഞ്ഞ് രേവതി കിച്ചണിലേക്ക് നടന്നു. അയ്യോ, ഒന്നും എടുക്കേണ്ട, അവരെ തടഞ്ഞുകൊണ്ട് ആര് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ ആദ്യമായി ഇവിടെ വന്നിട്ടൊന്നും കഴിക്കാതെ പോയാൽ മോശമാണ്. അങ്ങനെയൊന്നുമില്ല, ഇവൾക്കിന്ന് വൃതാണ്, ഒന്നും കഴിക്കത്തില്ല. ആരവിനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് വ്രതം? രേവതി കാത്തു പറഞ്ഞത് കേട്ട് സംശയത്തിൽ ചോദിച്ചു. ഇന്ന് ബുധനാഴ്ചയല്ലേ, ബുധനാഴ്ച വ്രതാണ്. കാർത്തു വേഗം പറഞ്ഞതും ആരവളെ കണ്ണുരുട്ടി നോക്കി. അങ്ങനെയും വ്രതമൊക്കെ ഉണ്ടോ? ആ ഉണ്ട്. ഓഹോ, എനിക്കറിയില്ലായിരുന്നു. എന്നാ തനിക്കെടുക്കാം. എനിക്കൊരു ഗ്ലാസ് വെള്ളം മാത്രം മതിയേ, വേറെ ഒന്നും വേണ്ട. കാർത്തു പറഞ്ഞത് കേട്ടതും രേവതി കിച്ചണിലേക്ക് പോയതും പുറത്തൊരു ജീപ്പ് വന്ന് നിന്നതും ഒരുമിച്ചായിരുന്നു. ആയ്, മാമ വന്നു. ജീപ്പിന്റെ ശബ്ദം കേട്ടതും മാരുവിൻ്റെയും കാർത്തുവിൻ്റെയും നടുവിലായി കഥ പറഞ്ഞിരുന്നിരുന്ന നന്ദൂട്ടി സന്തോഷത്തോടെ മാമ എന്ന് വിളിച്ച് വീടിൻ്റെ ഉമ്മറത്തേക്ക് ഓടിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് നന്ദൂട്ടിയുടെ ഉറക്കെയുള്ള ചിരിയും വേറൊരു പുരുഷ ശബ്ദവും കേട്ടതും ആ ശബ്ദം പരിചിതമുള്ളതുപോലെ തോന്നിയത് മാരുവിൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. നിങ്ങളെന്താ ഇവിടെ? നന്ദൂട്ടി പലപ്പോഴായി പൊക്കി പറഞ്ഞ് കേട്ടിട്ടുള്ള അവളുടെ മാമനെ കാണാൻ വേണ്ടി ആര് സെറ്റിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് തലയെത്തിച്ച് നോക്കിയതും നന്ദൂട്ടിയെയും എടുത്ത് അകത്തേക്ക് വന്ന മാഹിയെ കണ്ട് ആരും ഞെട്ടി ഇരുന്നിടത്തും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. പെട്ടെന്നവിടെ ആരുവിനെ കണ്ട മാഹിയൊന്ന് ഞെട്ടിയെങ്കിലും ഞെട്ടിൽ മറച്ചു വെച്ച് ആരുവിനെ നോക്കി. നീ എന്താ ഇവിടെ? കള്ളകവലവും മുഖത്ത് വരുത്തി ആരുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിൽ ഉത്തരം. മാഹിയുടെ ചോദ്യം കേട്ട് ആരവനെ കണ്ണു കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ടീച്ചറെ, ഇതെൻ്റെ മാമൻ കണ്ടോ, ഇതൊക്കെ എനിക്ക് എൻ്റെ മാമ കൊണ്ട് വന്നതാ.
വലിയൊരു ഡോളും സ്വീറ്റ്സും ഐസ്ക്രീമും എല്ലാം അവർക്ക് കാണിച്ചു കൊടുത്ത് മഹിയുടെ കയ്യിലിരുന്ന് നന്ദൂട്ടി അവൻ്റെ കവളിൽ സന്തോഷത്തോടെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, ഈ ചെകുത്താനായിരുന്നു ഇവളുടെ മാമൻ. അതെങ്ങനെയാ ഈ ചെകുത്താൻ എങ്ങനെയാ നന്ദൂട്ടിയുടെ മാമനായത്? ആരും മഹിയുടെയും നന്ദൂട്ടിയുടെയും സ്നേഹപ്രകടനം കണ്ട് അവരെ തന്നെ നോക്കിക്കൊണ്ട് സ്വന്തം മനസ്സിനോട് തന്നെ ചോദിച്ചു. ആ, നീ വന്നോ? കാർത്തുവിനെ കുടിക്കാനുള്ളതുമായി അങ്ങോട്ട് വന്ന രേവതി മഹിയെ കണ്ട് ചോദിച്ചതും മഹി അതേന്ന രീതിയിലൊന്നും മൂളി. വിനുവേട്ടനെ കണ്ടോ നീ? ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ വന്നില്ല. കാർത്തുവിനുള്ള വെള്ളം കൊടുത്ത് രേവതി മഹിയെ നോക്കി ചോദിച്ചു. ആളിയന് ട്രിപ്പ് കിട്ടിയപ്പോൾ പോയതാ. ആളിയനോ? അപ്പം നന്ദൂട്ടിയുടെ അമ്മ മഹിയുടെ പെങ്ങളാണോ? അതെങ്ങനെ? ഇനി സൂരജമല്ല? ഹേയ്, അങ്ങനെയൊന്നും ആകില്ല. ആരും മനസ്സിൽ പലതും കൂട്ടിയും കിടിച്ചും തൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. നിനക്ക് കഴിക്കാനെടുക്കാം. അതും പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് പോയതും ഒഴിഞ്ഞ ഗ്ലാസും പിടിച്ച് അന്തം വിട്ടിരിക്കുന്ന കാർത്തുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് ആര് വേഗം രേവതിയുടെ പിറകെ പോയി. ചേച്ചി തിരക്കിലാണോ? പ്ലേറ്റിലേക്ക് ഭക്ഷണം എടുത്ത് വെക്കുന്ന രേവതിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഹേയ്, അല്ല. എന്നാലേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മഹി എന്താ ഇവിടെ എന്നല്ലേ തനിക്ക് അറിയേണ്ടത്? ആരുവിൻ്റെ ചോദ്യം കേട്ടതും രേവതി അവളെ നോക്കിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു. ആരും അതേന്ന രീതിയിൽ തലകുലുക്കി. മഹി എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ളൊരു കളിക്കൂട്ടുകാരനാണ്, അതിലുപരി എൻ്റെ സഹോദരൻ. രേവതി പറഞ്ഞത് കേട്ട് ആരും ഞെട്ടി. അപ്പോൾ സൂരജൻ്റെ മകളാണോ ചേച്ചി? ഞെട്ടിലോടെ കണ്ണു പിടിച്ച് രേവതിയെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവളുടെ ചോദ്യവും ഭാവവും കൊണ്ട് രേവതി ചിരിച്ചു. ഞങ്ങൾ തമ്മിൽ രക്തബന്ധമൊന്നുമില്ല. ചന്ദ്രോത്ത് കോവിലകത്തിൻ്റെ അടുക്കള ജോലിക്ക് നിൽക്കുന്ന ശാന്ത എൻ്റെ അമ്മയാണ്. കുഞ്ഞിലെ അച്ഛൻ മരിച്ച് എന്നെയും അമ്മയെയും മഹിയുടെ മുത്തശ്ശിയ ചന്ദ്രോത്ത് കോവിലത്തേക്ക് കൂട്ടി കൊണ്ടുവന്നത്. അന്നു മുതൽ ഞാനും മഹിയും ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നതും പഠിച്ചതും. അന്നു മുതൽ തുടങ്ങിയ സുഹൃത്ത് ബന്ധം ഞങ്ങളുടേത്. എൻ്റെ മനസ്സറിഞ്ഞ് ഞാനും വിനോദായിട്ടുള്ള വിവാഹം നടത്തി തന്നത് അവനാ. മോളുടെ ഓപ്പറേഷൻ വരെ മുൻകൈ എടുത്ത് നടത്തിയത് അവനാണ്. കാര്യമായിട്ട് അവൻ ഇങ്ങോട്ട് വരുന്നത് മോളെ കാണാനും അവളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുമാണ്. ചിരിയോട് അതും പറഞ്ഞ് രേവതി മാഹിക്ക് കഴിക്കാൻ വിളമ്പി വെച്ച ഭക്ഷണ പ്ലേറ്റും എടുത്ത് അവിടുന്ന് പോയി. എടി, നിന്റെ കെട്ടിയവനെ ചെകുത്താനെ കുറിച്ചാണോ ഈ പറയുന്നത്? ഡി, നിന്നോട് പറഞ്ഞിട്ടില്ലേ അങ്ങനെ വിളിക്കരുതെന്ന്? ആര് കാർത്തു പറഞ്ഞത് കേട്ട് അവളെ കറിവിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, കെട്ടിയവനോട് എന്താ സ്നേഹം? ഈ സ്നേഹം കെട്ടിയോണ്ട് പോയി കാണിക്കാൻ നോക്ക്. ആരുവിനെ നോക്കി ചുണ്ടുകൂട്ടി അതും പറഞ്ഞ് അവിടുന്ന് പോയതും ആരുവും അവളുടെ കൂടെ പോയി. കാർത്തുവിൻ്റെ പിറകിലായി ഹാളിലേക്ക് എത്തി ആരു കാണുന്നത് ഭക്ഷണം കഴിക്കുന്ന മഹിയാണ്. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുരുളിയാക്കി അവൻ്റെ മടിയിൽ മഹി വാങ്ങിച്ചു കൊടുത്ത് പുതിയ ഡോളും പിടിച്ച് നന്തൊട്ടിയിരിപ്പുണ്ട്. അവളുടെ വായിലേക്കും അവൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചെകുത്താനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. നന്തൊട്ടിയോട് കഥ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഭക്ഷണം കഴിക്കുന്ന മഹിയെ കണ്ട് ആരും മനസ്സിൽ പറഞ്ഞ് അവനെ തന്നെ നോക്കി നിന്നു. ആര് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് മഹി അവളെ പുരുകം പൊക്കി എന്താന്ന് ചോദിച്ചതും രാവിലെ അവനോട് പിണങ്ങിയതോർത്ത് ആരും മുഖം വീർപ്പിച്ച് അവനിൽ നിന്ന് നോട്ടം മാറ്റി. കുറച്ചു നേരം അവിടെ നിന്ന് നന്ദോട്ടിയോട് രേവതിയോട് യാത്ര പറഞ്ഞ് ഇരുവരും വേഗം തന്നെ അവിടുന്ന് ഇറങ്ങി. ഇറങ്ങാൻ നേരത്തും ആരും മനഃപൂർവ്വം മഹിയെ നോക്കാൻ പോയില്ല. എനിക്ക് വയ്യ കാർത്തു, ബസ് സ്റ്റോപ്പ് വരെ നടക്കാൻ. വിശന്നിട്ടാണെങ്കിൽ കൂടുതൽ കരയുക. നടന്ന് തളർന്നതും ആരും നടത്തു നിർത്തി അവശതയോടെ കാർത്തുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മര്യാദക്ക് സാറ് പറഞ്ഞതല്ലേ നമ്മളെ ഡ്രോപ്പ് ചെയ്യാന്ന്? വെറുതെ ചാടിയിട്ട് നടന്നോളാന്ന് പറഞ്ഞ നീ തന്നെയല്ലേ? ആര് പറഞ്ഞത് കേട്ട് അവളെ കെറിവിച്ച് നോക്കിക്കൊണ്ട് കാർത്തു പറഞ്ഞു. ഇങ്ങനെയാകും ഞാൻ വിചാരിച്ചില്ല. സാരല്ല, ഒരിത്തിരി മുന്നിലേക്ക് നടന്നൊരു കടയുണ്ട്, ഞാൻ നിനക്ക് അവിടുന്ന് വെള്ളവും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിത്തരാം. ആരുവിൻ്റെ കൈ പിടിച്ച് പതിയെ മുന്നോട്ട് നടന്നുകൊണ്ട് കാർത്തു പറഞ്ഞു. വേണ്ട, ഞാൻ തീരുമാനിച്ചത് നടക്കാതെ ഇനിയൊരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ല. എൻ്റെ ആരു, നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴേ സാർ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായി. അങ്ങനെയുള്ള ഒരാൾ നിൻ്റെ ഈ ലൊട്ടലൊടാക്ക് വാശിക്ക് മുന്നിൽ മുട്ടുമടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് നീ വെറുതെ വാശി പിടിച്ച് നിൻ്റെ ഹെൽത്ത് കളയണ്ട. എനിക്ക് വലുതെൻ്റെ വാശി തന്നെയാ, ഒരിക്കലും ഞാൻ പിന്മാറില്ല. അറിയാത്ത വിള ചൊറിയുമ്പോൾ അറിഞ്ഞോളും. ആരുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ കാർത്തു ആരുവിൻ്റെ കയ്യും പിടിച്ച് പതിയെ ബസ് സ്റ്റോപ്പിൽ ലക്ഷ്യം വെച്ച് നടന്നു. കാർത്തുവിൻ്റെ റൂട്ട് വേറെ ആയതുകൊണ്ട് തന്നെ ആരുവിനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കി അവളൊരു ഓട്ടോ വിളിച്ച് അതിൽ ആരുവിനെ കയറ്റിപ്പെട്ടു. കോവിലകത്തെത്തിയതിനു ശേഷം ബിന്ദുവും സീതയും ആരുവിൻ്റെ വാടിത്തളർന്ന മുഖം കണ്ട് അവളോട് കുറേ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞുവെങ്കിലും ആര് തൻ്റെ വാശിയിൽ ഉറച്ചു നിന്നു. രാത്രി ആരു ബെഡിൽ വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോഴാണ് വാതിലും തള്ളി തുറന്ന് മഹി റൂമിലേക്ക് വന്നത്. ഒപ്പം അവനിൽ നിന്നും മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം റൂമിൽ വ്യാപിക്കാൻ തുടങ്ങിയതും ആരു ദേഷ്യത്തിൽ തിരിഞ്ഞു കിടന്നു. തന്നെ കണ്ട് തിരഞ്ഞു കിടന്ന ആരുവിനെ കണ്ട് വാതിൽ ചേർത്തടിച്ച് ലോക്ക് ചെയ്ത്
അഴിഞ്ഞു വീഴാറായ മുണ്ട് നേരെ കുത്തി ഷർട്ട് ഊരി മാറ്റി ആടി ആറി കിടക്കുന്ന ബെഡിനരികിലേക്ക് നടന്ന് തന്നെ കണ്ടിട്ടും കാണാത്ത പോലെ തിരിഞ്ഞു കിടക്കുന്ന ആരുവിൻ്റെ ഏളിയിൽ കൈകുത്തി നിന്നോവൻ. ആരുജി. ആര് തന്നെ നോക്കുന്നില്ലെന്ന് കണ്ടതും മഹി ഇത്തിരി ഉറക്കെ വിളിച്ചു. എന്നിട്ടും അവളിൽ നിന്ന് യാതൊരു റെസ്പോണ്ടും ഇല്ലെന്ന് കണ്ടതും മഹി മുഖം വീർപ്പിച്ച് അവളെ നോക്കി. ഏടി ആരുജി. മഹി വീണ്ടും വിളിച്ചിട്ടും അവൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കണ്ടതും മഹി ആരുവിൻ്റെ അരികിലായി ബെഡിൽ കിടന്നു. ആരുജി, തിരിഞ്ഞു കിടക്ക്. ആരുവിൻ്റെ വായലിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ പിൻകടത്തിലേക്ക് വീണ് കിടക്കുന്ന മുടി ഒരു ഭാഗത്തേക്ക് മാറ്റി അവളുടെ പിൻകടത്തിൽ മൂക്കിട്ടിടിസിക്കൊണ്ട് പറഞ്ഞു. ആരുജി, നിന്നോടായി. ബാക്കി പറയും മുമ്പ് ആര് ശക്തമായി തന്നെ തൻ്റെ വയലിൽ ചുറ്റിയ മഹിയുടെ കൈകൾ തട്ടി മാറ്റി അവനിൽ നിന്നും ബെഡിൻ്റെ സൈഡിലേക്ക് നീങ്ങിക്കിടന്നു. എടി, എന്താടി നിനക്ക്? ഭർത്താവ് പുറത്തു പോയി വരുമ്പോൾ ഇങ്ങനെ മൈൻഡ് വെക്കാതെ മുഖം പൊറിപ്പിച്ച് കിടക്കുന്ന മോശമാണേ. മഹി വീണ്ടും ആരുവിനോട് ചേർന്ന് അവളെ മുറുകെ ചുറ്റിപ്പിടിച്ച് ആരുവിൻ്റെ പിൻകടത്തിൽ മുഖമമർത്തി കിടന്നുകൊണ്ട് മഹി കുഴയുന്ന നാവോടെ പറഞ്ഞു. ജോലിക്ക് പോയതൊന്നല്ലല്ലോ, ആരാൻ്റെ മെക്കിട്ട് കയറാനും അടി ഉണ്ടാക്കാനും വയറ് നിറച്ച് കുടിക്കാനും പോയതല്ലേ. മാഹി പറഞ്ഞത് കേട്ട് അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പെറുപിറുത്തു. പേര് പെറുക്കാതെ തിരിഞ്ഞു കിടക്കടി, എനിക്ക് ഉറങ്ങണം. മാഹി ആരുവിനെ കൂടുതൽ വരിഞ്ഞു മുറുകി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. നിങ്ങൾക്ക് വേണേ ഉറങ്ങിക്കോ, അതിന് ഞാൻ എന്തിനാ തിരിഞ്ഞു കിടക്കുന്നത്? ആരും മഹിയുടെ കൈകൾ അയക്കാൻ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. എനിക്ക് ഉറങ്ങാൻ നീ വേണം. നിന്നെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ മുഖം വെച്ച് കിടന്ന സുഖമായി ബോധം കെടുത്ത പോലെ ഉറങ്ങാം. ആരുവിൻ്റെ കാതിൽ കടിച്ചുകൊണ്ട് മാഹി പറഞ്ഞു. മൂക്കൊറ്റ കുടിച്ചല്ലേ വന്നത്, അതുകൊണ്ട് ഞാനില്ലേയും ബോധം കെട്ടി ഉറങ്ങും.